സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഓഫീസിലെ ഒഴിവുകളിൽ പിൻവാതിൽ നിയമന നീക്കം. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, പ്യൂൺ, സ്വീപ്പർ, ഡ്രൈവർ എന്നീ ഒഴിവുകളിലേക്കാണ് PSC അറിയാതെ നിയമനം നടക്കുന്നത് എന്ന ആക്ഷേപമുണ്ട്. കരാറിലും നിയമനത്തിലുമായി 10 വർഷം കഴിഞ്ഞ 23 ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനും നീക്കമെന്നും ആരോപണമുണ്ട്. വിവിധ വകുപ്പുകളിലെ പിൻവാതിൽ നിയമത്തിന്റെ വിവാദങ്ങളും ആരോപണങ്ങളും തുടരുന്നതിനിടെയാണ് വിവരാവകാശ കമ്മീഷനിലും പിൻവാതിൽ നിയമന നീക്കം നടക്കുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഓഫീസിലെ ഒഴിവുകളിൽ പിൻവാതിൽ നിയമന നീക്കമെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, പ്യൂൺ, ഡ്രൈവർ, സ്വീപ്പർ തസ്തികകളിലെ ഒഴിവുകളിലാണ് PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ വഴിവിട്ട നിയമന നീക്കം നടക്കുന്നത്. കരാറിലും ദിവസവേതനത്തിലുമായി 10 വർഷം കഴിഞ്ഞ് 23 ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് PSC റാങ്ക് ഹോൾഡർമാരുടെ കൂട്ടായ്മ രാഷ്ട്രപതി, ഗവർണർ, ചീഫ് സെക്രട്ടറി എന്നിവരെ സമീപിക്കാനൊരുങ്ങുകയാണ്. വിവരാവകാശ കമ്മീഷനിൽ 70-ലേറെ ജീവനക്കാരുണ്ട്. ഇതിൽ പകുതിയോളം സീനിയർ തസ്തികകളിൽ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനാണ്. ബാക്കി PSC മുഖേന നിയമിക്കേണ്ട ഒഴിവുകളും. ഇവിടേക്കാണ് പാർട്ടിക്കാരെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റാനുള്ള സർക്കാരിന്റെ ഇടപെടൽ നടക്കുന്നത്. വിഷയത്തിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. ജനം, തിരുവനന്തപുരം.